നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഗിരിയെ പോലെ ഒരാൾക്ക് ഇവിടെ ഒരു ബൈസ്റ്റാൻഡറുടെ ആവശ്യമില്ല. ഞാനിവിടെ ഗിരിയുടെ കൂടെ നിന്നെന്ന് വെച്ചിട്ട് എന്ത് സംഭവിക്കാൻ അമ്മേ? ഇനി അതിന്റെ പേരിൽ നിങ്ങൾ ആരും തർക്കിക്കണ്ട. ഞാനിവിടെ ഒറ്റയ്ക്ക് കഴിഞ്ഞോളാം. നിങ്ങളെയൊക്കെ കാണണമെന്ന് തോന്നിയാ ഞാൻ വിളിക്കും. അതുപോലെ നിങ്ങൾക്കും എന്നെ കാണണം തോന്നി ഇങ്ങോട്ട് വരാലോ. ഇനി നിന്ന സുമിക്ക് കൂടുതൽ സങ്കടമാവുകയുള്ളൂ. സുമി പൊയ്ക്കോ. എടാ പോയിട്ട് വരാം. എന്താവശ്യം ഉണ്ടെങ്കിലും വിളിച്ചാ. ഓക്കെ. നിങ്ങൾ വെക്കോ, ഞങ്ങൾ വന്നേക്കാം. എന്റെ സുമി, നീ ഇങ്ങനെ സങ്കടപ്പെടാതെ. ഗിരി ഒരു ചികിത്സയ്ക്ക് വേണ്ടിയല്ലേ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്. അത് കഴിയുമ്പോ അവനെ നിനക്ക് സ്വാതന്ത്ര്യത്തോടെ കിട്ടില്ലേ? സുമി വണ്ടി കയറി വാ. നാട്ടിലേക്ക് പുറപ്പെടുന്നതിനേക്കാൾ മുമ്പേ നമുക്കിവിടെ ഒരു കാര്യം കൂടി ചെയ്യാം. സുമിയെ ആക്രമിച്ച സംഭവത്തില് ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ നമുക്കൊരു പരാതി കൊടുക്കണം. അതൊക്കെ വേണോ ആകാശേ? വേണം. ഞാൻ SP വിളിച്ച് സംസാരിച്ചിരുന്നു. അദ്ദേഹമാണ് എന്നോട് കംപ്ലൈന്റ് കൊടുക്കാൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ആ കംപ്ലൈന്റിന്റെ കൂടെ കാറിന്റെ ഡാഷ് ക്യാം വിഷ്വൽസ് കൂടി നമുക്ക് പോലീസിന് കൊടുക്കാലോ? അതൊരു നല്ല ഐഡിയ. കേസ് അന്വേഷണത്തില് പോലീസിന് അതൊരു നിർണായക തെളിവായിരിക്കും. അക്രമികൾ വന്ന വണ്ടി നമ്പർ ആ വിഷ്വൽസ് കിട്ടും. അതോടെ സുമിയെ ആക്രമിച്ചത് ആരാണെന്ന് ഈസി ആയിട്ട് പോലീസിന് തെളിയിക്കാൻ പറ്റും. ഈ കേസും നൂലാമാലകളുമായിട്ട് നമ്മൾ അതിന്റെ പിന്നാലെ പോണോ? ആ അക്രമികൾ ആരാണെന്നും അവർക്ക് പിന്നിൽ പ്രവർത്തിച്ച ബുദ്ധികേന്ദ്രം ഏതാണെന്നും നമുക്ക് കണ്ടെത്തണം സുമി. അടുത്ത ആഴ്ച നമുക്ക് ഒന്നുകൂടെ കോഴിക്കോട്ടേക്ക് വരണം. അങ്ങനെ അടിക്കടി വന്ന് ഗിരിയെ കാണാൻ ഈ പ്രകൃതി ചികിത്സക്കാര് സമ്മതിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. അതെ, ഗിരിയെ കാണുന്ന മാത്രമല്ല, എനിക്ക് ഇവിടെ കോഴിക്കോട് 1-2 ആളുകളെ കൂടെ കാണാനുണ്ട്. അതിനെനിക്ക് നിങ്ങളുടെ സഹായം വേണമായിരുന്നു. മനസ്സിലായി. സുമി പറഞ്ഞു വരുന്നത് ഗിരിയുടെ അമ്മ മഹാലക്ഷ്മിയുടെ കാര്യല്ലേ? ഗിരിമോനെ, നിന്റെ മനസ്സിൽ ഇപ്പൊ എന്താണെന്ന് അമ്മയ്ക്ക് മനസ്സിലാവും. പക്ഷേ എല്ലാം നിന്റെ നല്ലതിനു വേണ്ടി മാത്രമാണെന്ന് നീ മനസ്സിലാക്കിയാൽ മതി. നിന്റെ നല്ലതിനു വേണ്ടി ഞാൻ ചെയ്തിരുന്ന ഒന്നും ഒരിക്കലും നിന്റെ കണ്ണിൽ പെട്ടിട്ടില്ല എന്ന് എനിക്കറിയാം. പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ നിനക്കതൊക്കെ ബോധ്യപ്പെട്ടോളും. അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? അല്ല, നിനക്കിപ്പോ ഞങ്ങളെ ആരെ ഒരു വിലയില്ലല്ലോ. സുമി പറയുന്ന മാത്രമല്ലേ വേദവാക്യം. ഞാൻ ഇന്നുവരെ അമ്മയെ വിലവയ്ക്കാതെ ഒരു വാക്ക് പോലും സംസാരിച്ചിട്ടില്ലല്ലോ. അമ്മയുടെ അനുവാദമില്ലാതെ ഒന്നും ചെയ്തിട്ടുമില്ല. പിന്നെ എന്താ അമ്മയ്ക്ക് ഇപ്പൊ ഇങ്ങനെയൊക്കെ തോന്നാൻ? പറയുന്നതിലും പ്രവർത്തിക്കുന്നതിലും മാത്രമല്ലല്ലോ കാര്യം.
നിന്നിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ഗിരി. പിന്നെ നമ്മുടെ കുടുംബത്തിനകത്ത് വന്ന മാറ്റങ്ങളെക്കുറിച്ചും. അമ്മേ, സുമി വന്നതോടെ നമ്മുടെ കുടുംബത്തിൽ നല്ല മാറ്റങ്ങൾ മാത്രമല്ലേ ഉണ്ടായിട്ടുള്ളൂ. ഗിരിക്ക് അങ്ങനെ തോന്നുന്നു. പക്ഷെ നിന്റെ മുമ്പിൽ സുമിത എങ്ങനെയായിരുന്നോ അതല്ല അവള് മറ്റുള്ളവരുടെ മുമ്പിൽ. അമ്മയും നമ്മളൊക്കെ ഇത്ര സന്തോഷമായിട്ട് കഴിഞ്ഞിരുന്ന കുടുംബമായിട്ടായത്. നമ്മളെല്ലാവരും കുഴിച്ചു മൂടിയിരുന്ന പഴയ ചിത്രങ്ങൾ വെറുതെ പൊക്കിയെടുത്ത് കൊണ്ടുവരാനും നമ്മുടെയൊക്കെ മനസ്സമാധാനം കളയാനും ഏട്ടന്റെ ആരോഗ്യം പോലും തകർക്കാനും സുമതിയായിട്ടതല്ലേ കാരണം. പെറ്റമ്മയെന്നോ പോറ്റമ്മയെന്നോ എന്തെങ്കിലും ഒരു വ്യത്യാസം നീ എന്നിൽ കണ്ടിരുന്നോ? ഇല്ലെന്ന് എനിക്ക് നന്നായി അറിയാം. അങ്ങനെയാ ഞാൻ നിന്നെ നോക്കി വളർത്തിയത്. നിന്റെ മനസ്സിൽ അത്തരം ചിന്തകൾ ഉണ്ടാവാൻ വേണ്ടിയല്ലേ അവളിപ്പോ ആവശ്യമില്ലാത്ത ഓരോ കഥകൾ ചെയ്യുന്നത്. ഓരോ കുടുംബത്തിനും ഒരു താളമുണ്ട് ഗിരി. വന്ന് കേറുന്ന പെണ്ണ് ആ താളത്തിനൊത്ത് നിൽക്കുന്നവളായിരിക്കണം. അല്ലെങ്കിൽ ജീവിതം ആകെ അവതാളമായി പോകും. വെറുതെ സുമി ആരും തെറ്റിദ്ധരിക്കണ്ട. അവൾ എന്ത് ചെയ്താലും അതൊന്നും ഈ പറഞ്ഞ ദുരുദ്ദേശങ്ങളോടെ ആയിരുന്നില്ല. നിന്റെ മനസ്സ് ശുദ്ധമാ മോനെ. അതുകൊണ്ട് നീ എളുപ്പത്തിൽ എന്തും വിശ്വസിക്കും. പക്ഷേ ഒരുപാട് ജീവിതം കണ്ടവളാ ഞാൻ. എന്റെ അനുഭവങ്ങൾ എന്നെ കൊണ്ട് പല ചോദ്യങ്ങളും ചോദിപ്പിച്ചെന്ന് വരും. അതിലൊക്കെ കാര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അന്ന് നിന്റെ ഓൺലൈൻ മീറ്റിംഗ് കഴിയുന്നത് വരെയുള്ള ഒരു വെറും അരമണിക്കൂർ സമയം സുമിത എന്താ കാത്തു നിൽക്കാത്തത്? എന്തായിരുന്നു അവൾക്ക് അത്ര അത്യാവശ്യം? അതൊക്കെ പറഞ്ഞതല്ലേ അമ്മേ, അവൾ അമ്പലത്തിൽ പോയതാണെന്ന്. തൊട്ടടുത്തുള്ള അമ്പലത്തിൽ പോയിട്ട് വരാൻ 2 മണിക്കൂർ നേരം വേണോ? ഇത് നീ ആരോടാ ഈ പറയുന്നേ? അല്ല, സ്വന്തമായിട്ട് അത്ര പോലും ചിന്തിക്കാനുള്ള ശേഷി നിനക്കില്ലേ? ഇത്രമാത്രം അന്ധമായിട്ട് വിശ്വസിക്കാൻ അവള് നിന്നെ പഠിപ്പിച്ചെടുത്തിരിക്കുകയല്ലേ? ആ സമയത്ത് തന്നെ കൃത്യമായിട്ട് ഏട്ടന് വയ്യായിക വരാനും അതാണ് എന്നെ അതിശയിപ്പിച്ച് കളഞ്ഞത്. അത് വലിയൊരു ടൈമിംഗ് ആയി പോയി അത്. അമ്പിയാങ്കളെ, അതിന് സുമി എന്ത് പഴച്ചു എന്നാ? ശ്രീനീഷ് വിളിച്ച് സാനിയയുടെ കാര്യം പറഞ്ഞത് അപ്പോഴാണ്. അത് കേട്ടത് ഞാൻ ആകെ തകർന്നു പോയി. അതാ എനിക്ക് പെട്ടെന്ന് നെഞ്ചുവേദന വന്നത്. ഒരാഴ്ച വീട്ടിൽ നിന്ന് മാറി നിന്നപ്പോഴേക്കുള്ള നിന്റെ സ്വഭാവത്തിലെ ആ വ്യത്യാസം അത് ഞങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് മോനെ. ഇനിയുള്ള ഒരാഴ്ചയെങ്കിലും നീ ഒറ്റയ്ക്കിരുന്ന് നന്നായിട്ടൊന്ന് ആലോചിക്ക്. ശരീരത്തിനോടൊപ്പം മനസ്സും ഒന്ന് തെളിയട്ടെ. എന്നിട്ടും ഞാൻ പറഞ്ഞതൊക്കെ തെറ്റാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ പിന്നെ എനിക്കൊന്നും പറയാനില്ല. അമ്മേ, അമ്മയുടെ മനസ്സിലുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതൊക്കെ ന്യായമാണ്. പക്ഷേ അമ്മ എന്നെ വിശ്വസിക്കണം. നമുക്കിടയിലുള്ള സ്നേഹത്തിനും അടുപ്പത്തിനും ഒരു വിള്ളലുണ്ടാക്കാൻ ഒരിക്കലും സുമി ശ്രമിച്ചിട്ടില്ല. ഇനി ശ്രമിക്കുകയില്ല. ഒന്നും ആലോചിച്ച് അമ്മ മനസ്സ് കൊണ്ടാക്കുന്നു. എല്ലാം ഓക്കെ ആവും. നിങ്ങൾ സമാധാനമായി പോകും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.